ഗൈസ്, അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കൂട്ടി ഒരു കോലത്തിലാക്കി ഞങ്ങൾ ഇന്നൊരു ഭവന സന്ദർശനത്തിന് പോവാണ്. പ്രത്യേകിച്ച് വിശേഷമായിട്ട് ഇറങ്ങിയതൊന്നുമല്ല. പിന്നെ ഇവിടെ വരാൻ പ്രത്യേകിച്ച് വിശേഷത്തിന്റെ ആവശ്യവും ഇല്ല. എവിടെയാന്നല്ലേ, ദോണ്ടേ ആ ചുമരിലേക്കൊന്ന് നോക്കിയേ. ഇഫ് യു നോ യു നോ. ഹായ് ഹായ്, നല്ല പൊരിച്ച കോയിന്റെ മണം. രണ്ടാളും മത്സരിച്ച് കുക്കിംഗ് ആണല്ലോ. എനിക്കൊരു അബദ്ധം പറ്റിട്ടോ. ആശിഷ് എന്നോട് ചോദിച്ചു ഇവൻ എന്താ ഉണ്ടാക്കണേന്ന് മനസ്സിലായോന്ന്. എന്റെ പരിമിതമായ കുക്കിംഗ് നോളജിൽ ഞാൻ വെച്ച് കീച്ചി പച്ചടി ഓർ കിച്ചടി. ഗൈസ്, അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പാൽക്കപ്പയായിരുന്നു. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പക്ഷെ എന്റെ മറുപടി കേട്ടിട്ട് അവന് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല. ഇതാണ് നമ്മളിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്തതിന്റെ ഗുണം. അവരവിടെ ഇരുന്ന് നടക്കട്ടെ. ഈ വീട്ടിൽ വന്നാൽ ഞാൻ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇവിടെ കുറെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. കൂട്ടത്തിലെ ചുവപ്പം കാരണവര് എന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അവൻ അതിന് നന്നായി നോക്കി വളർത്തി ഇപ്പൊ മക്കളും മക്കളുടെ മക്കളുമായി. അത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദേ ഇസുവിന് വീണ്ടും ഡ്രസ്സ്. ഇസുവിന്റെ ആദ്യത്തെ ക്രിസ്മസ് കോടി. ഇവളുടെ ഡ്രസ്സ് കെട്ടിയിട്ട് ഇപ്പൊ വീട്ടിൽ നടക്കാൻ വയ്യ. എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഇസുവിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇസുവിന്റെ മമ്മേനെയും ഇസുവിന്റെ ഡാഡേനെയും ഒക്കെ കൂടി ഒന്ന് പരിഗണിക്കുക. പിന്നെ ഇത് കണ്ടോ, ഈ സംഭവം എന്നെ ഹഠാതങ്ങ് ആകർഷിച്ചു. ഹൗസ് റൂൾസ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പിന്നെ ജഗ ജഗ ജഗ. പിന്നെ ഇസു ഉറങ്ങിയതിന് ശേഷം കുറേ നേരം ഇരുന്ന് കിസ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോ ഉണ്ട് ഇവിടെ ഒരാള് മഞ്ഞും കാത്തു വെക്കുക. കാരണം ഇന്നത്തെ വെതർ ഫോർകാസ്റ്റില് സ്നോഫോൾ ഉണ്ടത്രേ. അതാ നോക്കിയിരുന്നത് വെറുതെ ആയില്ല. ഇത് ഈ ഇയറിലെ ആദ്യത്തെ സ്നോഫോൾ ആണ്. പിന്നെ മമ്മിയുടെ ഇസുവിന്റെ ആദ്യത്തെ സ്നോഫോളും കൂടിയാ. സ്നോ കണ്ടതും ഇവിടെ ഒരാൾ ഇട്ടോണ്ടിരുന്ന നൈറ്റിയും വള്ളിച്ചെരുപ്പ് ഇട്ടങ്ങ് ഇറങ്ങി. എണ്ണ നീ 2 ഫോട്ടോ എടുക്കണോ? എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഫ്രണ്ട് ആട്ടോ ഗ്രീഷ്മ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നെ പോലെ തന്നെ ഇവളുടെ ഒരു കിളി എവിടെയോ യാത്രയിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങളെ കുറിച്ചുള്ള കുശുമ്പും കുന്നായ്മയും പറഞ്ഞ ആശിഷും മാക്സിനും ഫ്രണ്ട്സായി. അങ്ങനെ അവരിപ്പോ എന്തായാലും നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. അപ്പുറത്തെ വീട്ടുകാർ വിചാരിക്കും ഈ പെണ്ണും പിള്ളേ എന്റെ തലയ്ക്ക് ഓളമാണ്. അതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇനിയിപ്പോ സ്നോഫോൾ കുറഞ്ഞിട്ടിറങ്ങാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സോ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ.